ഹലോ ഗൈസ്, നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് മൈസൂർ കൊട്ടാരത്തിലാണ്. മൈസൂർ കൊട്ടാരത്തെ കുറിച്ച് അറിയാമല്ലോ. 14-ാം നൂറ്റാണ്ടിൽ വാഡയാർ രാജവംശമാണ് ഇത് ആദ്യമായി പണിതത്. പിന്നീട് പലതവണ മൈസൂർ കൊട്ടാരം പുതുക്കി പണിതിട്ടുണ്ട്. 1897 നടന്ന വൻ തീപിടുത്തത്തിൽ പൂർണ്ണമായും മൈസൂർ കൊട്ടാരം കത്തി നശിക്കുകയാണ് ചെയ്തത്. ഇതിനുള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പുകൾ കഴിച്ചിട്ട് വേണം കയറാൻ. 1912 ഇത് വീണ്ടും പുതുക്കി പണിയുകയാണ് ചെയ്തിരുന്നത്. ഇന്ത്യൻ സാരാസാനിക്, ഗോതിക്, രജപുത് എന്നീ ശൈലികളുടെ അപൂർവ സംയോജനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ മഹാരാജാവ് 1953 മുതൽ 2013 വരെ ഇവിടെ ജീവിച്ചിരിക്കുന്നതായിരുന്നു. ഇവിടെയുള്ള ശില്പങ്ങൾക്കും കൊത്തുപണികൾക്കും ദ്രാവിഡ ശൈലിയിലുള്ളവയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ചില്ലുമേടകൾക്കുള്ളിൽ പല ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ദ്രാവിഡ കാല യുഗത്തിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണിത്. ഇതിൻ്റെ അപൂർവത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജി വെച്ച് ചെയ്യാൻ പറ്റാത്തതാണ് അന്നത്തെ കാലത്ത് ഇവർ ചെയ്തത്. വാടയാർ രാജാക്കന്മാർ കാട്ടിൽ വേട്ടയാടി പിടിച്ച ആനകളുടെ മമ്മിഫൈഡ് ആയിട്ടുള്ള ഒറിജിനൽ തലയും കൊമ്പുമാണ് ഈ ഇരിക്കുന്നത്. കൊട്ടാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നേരിൽ കാണുമ്പോൾ ഇതിൻ്റെ മഹാത്ഭുതം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാജാക്കന്മാരുടെ ചരിത്രവും പടയാളികളുടെ ചരിത്രമൊക്കെ വിളിച്ചോതുന്ന കുറേ ശില്പങ്ങൾ അല്ലെങ്കിൽ ചിത്രരചനകളൊക്കെ ഇവിടെയുണ്ട്. ഇതൊരു കാണുന്നത് കല്യാണ മണ്ഡപം, അതുപോലെ ദർബാർ ഹാള് പോലെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെയൊക്കെ വളരെ വിശാലമായിട്ട് നിൽക്കുവാനും കുറേ അധികം ആളുകൾക്ക് കയറാവുന്ന പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോഴും നടന്നു വരുന്നതാണ് മൈസൂർ ദസറ എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഇപ്പോഴും നടന്നു വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മൈസൂർ രാജകൊട്ടാരത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലായി പലരും താമസിക്കുന്നുണ്ട്. ഇവരുടെ രാജവംശം തന്നെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതും. അപ്പം നമുക്ക് കാണുവാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിൽ കാണുവാൻ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള മാർബിളുകളായിക്കോട്ടെ, ടൈലുകളായിക്കോട്ടെ, തൂണുകളായിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ നിർമ്മിതിയും നമുക്ക് വളരെ അത്ഭുതം ജനിപ്പിക്കുന്നവയാണ്. ഇവിടെയുള്ള ഓരോ കല്ലിനും, ഓരോ തൂണിനും, ഓരോ കൊത്തുപണിക്കും പല ചരിത്രങ്ങളും നമ്മളോട് പറയാനുണ്ട്. അതെല്ലാം വിളിച്ചോതുവാനും അത് പറയാനുമുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രാജാക്കന്മാരുടെ, അവരുടെ രാജകുമാരികളും അവരുടെ പ്രൗഢിയുമാണ് ഈ ഫോട്ടോകൾ കാണിക്കുന്നത്. ഇതെല്ലാം ചായം വെച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്, ഒന്നും ഒറിജിനൽ ഫോട്ടോ അല്ല. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അന്നത്തെ കലാകാരന്മാർ പല ദേശത്തു നിന്നും വരച്ചിട്ടുള്ളതാണ് ഇവയൊക്കെ. രാജകുടുംബങ്ങളും രാജാക്കന്മാരും അവരുടെ പത്നികളും രാജ്ഞികളുമാണ് ഈ കാണുന്ന ഓരോ ഫോട്ടോയിലും ഉള്ളത്. ഇതിൻ്റെയൊക്കെ ചരിത്രം, ഹിസ്റ്ററി അവിടെയുള്ള ആളുകൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ചരിത്രങ്ങൾ. അതുപോലെ തന്നെ ആമാടപ്പെട്ടികൾ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളും ആയുധങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പുരാവസ്തുക്കളൊക്കെ ഇത്രയും ഗ്ലാസ്സിൽ കൂടി സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ടുപോകുന്നത് അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതും. അതിൻ്റെ പകുതി രാജകുടുംബം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഓണറേറിയം ആരാണോ ഉള്ളത് അവരാണ് ഇത് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വിശാലമായി പോകുമ്പോൾ നല്ല പ്രകാശഭരിതമായ ലൈറ്റുകളും നല്ല ചിത്രപ്പണികളും, അതുപോലെ തന്നെ മരത്തിൻ്റെ തേക്ക്, റോസ് വുഡ് അതുപോലുള്ള മരങ്ങൾ കൊണ്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ വെച്ചിട്ടാണ് പല പരിപാടികളും പണ്ടും നടന്നിരുന്നത്, ഇപ്പോഴും നടക്കുന്നത്. അതിൻ്റെ ജനവാതിലുകളിലൂടെ ആ രാജകുമാരികൾ അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ പുറത്തോട്ട് നോക്കും. ഇത് തേക്കും റോസ് വുഡ് പോലുള്ള മരങ്ങളാണ്. ഈ മരത്തിൽ കൊത്തുപണികളൊക്കെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള, ലാസ്റ്റ് നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു വെള്ളി കണ്ണാടിയാണ്, അതുപോലെ വെള്ളി കശാരയാണ്. ആനക്കൊമ്പ് കൊണ്ടുള്ള മിററുകളാണ് ഇതിൽ കാണപ്പെടുന്നത്. ഓരോ കൊത്തുപണിക്കും ഞാൻ പറഞ്ഞ പോലെ പല കഥകളും നമ്മോട് പറയാനുണ്ട്. അതിൻ്റെ ഉള്ളിലെ മാർബിളുകളായിക്കോട്ടെ, ടൈലുകളായിക്കോട്ടെ, അതിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ചായം വെച്ചിട്ട് വരച്ചിട്ടുള്ള കണ്ടോ, അവരുടെ ചരിത്രങ്ങളാണ് എല്ലാം വിവരിച്ചിരിക്കുന്നത്. ഇതെല്ലാം വിവരിക്കുവാൻ വേണ്ടി അവിടെ ആളുകളും നമുക്ക് തയ്യാറാണ്. നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാനും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ കയറി ഇറങ്ങി പോകുന്നു അടുത്തൊരു ഏരിയയിലേക്കാണ്. അവിടെ കാണുവാനുള്ളത് കുറേ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ ഇതൊരു രാജാവിൻ്റെ പ്രതിമയാണ്. ഈ പ്രതിമ, അതേപോലെ തന്നെ ഇത് ദർബാർ കല്യാണ മണ്ഡപമാണ്. ഇതിൻ്റെ ഉള്ളിൽ, ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആനകളും നെറ്റിപ്പട്ടം, അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പല്ലക്കാണത്, പൊന്തിച്ചു കൊണ്ടുപോകില്ലേ, അത് ആനക്കൊമ്പുകളിലുള്ള ശില്പികളും ഒക്കെ നമുക്കിതിൽ കാണുവാൻ കഴിയും.
പല രീതിയിലുള്ള ശില്പങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിച്ചിരുന്നത്. നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ പ്രത്യേക ഭംഗി നമുക്കൊന്നും കൂടി അറിയാവുന്നതാണ്. ഇതിൻ്റെ ചിത്രകലാരൂപം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വരച്ചിട്ടുള്ളത് ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. അതിൽ നമ്മളെ പച്ചിലകൾ കൊണ്ടും പല ചായങ്ങൾ പൂശിയുമാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ഇതൊരു ഡ്രസ്സിംഗ് മിററാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വിളക്ക് പിടിക്കുന്ന ദേവതയുണ്ട്. ഈ മാർബിളിൻ്റെ കൊത്തുപണിയൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. ഈ ഹാള് കാണുമ്പോൾ എന്ത് നല്ല ഭംഗിയാണല്ലേ! ഇവിടെ ശില്പങ്ങൾ മരത്തിൽ കൊത്തിയിട്ടുണ്ട്. അതുപോലെ ഈ മരത്തിൽ ചെയ്തിട്ടുള്ള എല്ലുകൾ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ എല്ലുകൾ വെച്ചിട്ടാണ് ആ ഒരു ശില്പം അല്ലെങ്കിൽ ആ കൊത്തുപണി ചെയ്തിട്ടുള്ളത്. ഓരോ തൂണ് കാണാനും എന്ത് ഭംഗിയാണെന്നറിയോ? ഇവിടെ ഇതിലേ നടക്കുമ്പോൾ സിനിമാറ്റിക് വ്യൂ പോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരിക്കലെങ്കിലും മൈസൂർ പാലസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ വന്നു കാണണം. ഇത് പ്രത്യേകം പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നെറ്റിപ്പൊട്ടം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ വരവേൽക്കുന്നത് ആനയുടെ നെറ്റിപ്പട്ടങ്ങളും അങ്ങനത്തെ കുറച്ച് ഇനി സംഭവം. നേരെ പുറത്തോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രമാണ് നമ്മളെ കാണുന്നത്. ഈ ക്ഷേത്രമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡിലൂടെ നോക്കിയപ്പോൾ ഒരു അണ്ണാൻകുട്ടൻ പോകുന്നത് കണ്ടു. അത് വിഷ്വലൈസ് ആയി. നല്ല പരവതാനി പച്ച പരവതാനിയിലൂടെ നമ്മൾ നടന്ന അമ്പലത്തിലെ കൊത്തുപണികൾ അതൊക്കെ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്നുള്ള ഗാർഡൻ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടുള്ള ഇത് തന്നെയാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ്സിൽ നോക്കാം. അപ്പം കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. പക്ഷേ ഇത് മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും പുറത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ 150 രൂപ കേട്ടോ പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. പുറത്താണ് ചോദിച്ചാൽ കുഴപ്പമില്ല, കാണാനുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ കണ്ടിട്ടൊക്കെ എത്ര വർഷം പഴക്കമുള്ള മരമായിരിക്കും അല്ലേ? എന്തൊക്കെ ചരിത്രങ്ങളായിരിക്കും ഈ മരങ്ങളിലൊക്കെ. പോയിട്ടില്ല. നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, പോകാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങൾ. ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടോ അതെങ്കിലും നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കമൻറ്റിൽ പറഞ്ഞുതരാം. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള യാത്രയിൽ നമുക്ക് ഈ കൊട്ടാരത്തിന് അതിപ്രകാശ മനോഹരിതമാക്കുന്ന ലൈറ്റുകളാണ് കേട്ടോ ഇത് ഈ കാണുന്നത്. രാത്രി നമുക്ക് പ്രകാശപൂരിതമായി കാണിക്കുന്നത്. അപ്പം വൈഡ് ആംഗിൾ വ്യൂവും കൂടെ കണ്ടിട്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സിയ മുസാഫിർ.